ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്. മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല സബില്? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ എടുത്ത് പുറത്ത് വിടറാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇനിയും ഞാൻ ലൈവ് പോകും. ഇനിയും ഞാൻ ലൈവ് പോകും. ഇനിയും ഞാൻ ഇതുപോലെ ഈ പിന്നെ ഇവിടൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഇടും. ഇനിയും ഞാൻ വയറ് കാണിച്ചുള്ള വീഡിയോ ഇടും. ഇനിയും ഞാൻ കാലിൽ പിന്നെ എന്ത് പറയുക, ഈ മറ്റേ ക്രീം ഒഴിച്ചിട്ട് മസാജ് ചെയ്യുന്നത്, തുടയും മസാജ് ചെയ്യുന്നത് ഞാൻ വീഡിയോ ഇട്ട് കാണിക്കും. ആരാടാ ചോദിക്കാൻ? ആരാടാ പറയാൻ? വെല്ലുവിളിയും കൊണ്ട് എത്തിയിരിക്കുക മക്കളെ, വെല്ലുവിളിയും കൊണ്ട് എത്തിയിരിക്കുക രേഷ്മ പി തങ്കച്ചൻ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്തായാലും രേഷ്മ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണമല്ലോ. അത് കേട്ടിട്ട് നമുക്ക് വേറൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്നാ പിന്നെ എങ്ങനെ തുടങ്ങിയാലോ? നമസ്കാരം, രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ ഒരുത്തൻ മാത്രമല്ല, എല്ലാവരും ഇട്ടിട്ടുണ്ട്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇട്ടിട്ടുണ്ട്, ഒരാൾ മാത്രമല്ല. ഓഹോ, അത് ലീക്കായത് തന്നെയാണ്. രേണുസുതി സബ്സ്ക്രിപ്ഷനിലുള്ള ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ഐറ്റം കാണിച്ചു കൊടുത്തത് നാട്ടുകാർ കണ്ടു. അത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പുള്ളിക്കാരി പുതിയ മെഴുകല് കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എത്രമാത്രം മെഴുകലിനുള്ള സാധനം ഉണ്ടേ പറ്റും എന്റെ പൊന്നു രേൻവേ. ആ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. അത് ശരിയാ. പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തതോ വീഡിയോ കൊടുത്തതൊന്നുമല്ല. ഞാനത് ലൈവ് പോയതാണ്. ആ ലൈവില് ഞാൻ കാണിച്ച കാര്യങ്ങളാണ്, അല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് ആർക്കും കൊടുത്തതൊന്നുമല്ല. അതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് 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 ഞങ്ങൾ അംഗീകരിക്കും. ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണെങ്കിലും, എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ, എടാ നാണം കെട്ട നാറികളെ എന്ന് വിളിച്ച നീ, നിനക്ക് നാണമോ മാനമോ വല്ലതും ഉണ്ടോ? നീ ആ ലൈവിന്റെ അകത്ത് നീ കാണിച്ച കാര്യങ്ങൾ ആൾക്കാരെടുത്ത് പുറത്തിട്ടതാണോ നിനക്ക് വിഷയം? നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ ഒക്കെ ഉണ്ടായിരുന്ന നീ ഈ പരിപാടി കാണിക്കുമായിരുന്നോ? നീ ഇത്ര നാണോ മാനത്തെ കുറിച്ച് സംസാരിക്കുന്നല്ലോ. നീ ഈ വീഡിയോ നീ തന്നെ ഒന്ന് നോക്കിക്കേ. നീ ഇതിൻ്റെ അകത്ത് എന്താണ് കാണിക്കുന്നത്? നീ ഈ വീഡിയോയ്ക്കകത്ത് എന്താ കാണിക്കുന്നത്? നീ നിന്റെ ഡ്രസ്സ് കാണിക്കുന്നു, റാസൽ കൈമയിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണെന്ന് നീ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നീ അവിടെ അടിവശം കാണിച്ചു കൊടുക്കുന്നു, മുകൾ വശം കാണിച്ചു കൊടുക്കുന്നു. നീ എന്താ ഇതിനകത്ത് കാണിച്ചത്? നിനക്ക് അവിടെ ഒരു ബട്ടൺ ഇടാൻ പറ്റില്ലായിരുന്നു നിനക്ക്. നീ അവിടെ ബട്ടണും തുറന്നിട്ടുകൊണ്ട് നാട്ടുകാരെ കാണിച്ചിട്ട് അത് വെളിയിൽ വന്നപ്പോൾ നീ പറയുകയാണ് വെളിയിൽ ഇട്ടവർക്ക് നാണോ മാനോ ഇല്ലയോ എന്ന്. ഇത് എവിടെ നിന്ന് വന്നു? അല്പൻ ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നീ ആള് അതിലും കേമത്തിയാണോ? നീ കൊള്ളാം. നിന്റെ ഇതൊക്കെ അങ്ങോട്ട് പ്രദർശിപ്പിച്ചിട്ടും നിനക്ക് നേടണമല്ലോ പണം. അതാണ് നിന്റെ ഒരു ഇത്. എന്നിട്ട് വന്നിരുന്നിട്ട് മെഴുകി എത്ര മെഴുകിയാൽ എന്താ? ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ നീ വന്ന് വലിയ മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്. മനസ്സിലായോ? മനസ്സിലായി. നീ നിന്റെ ചുണ്ട് മാത്രമേ നീ കാണിച്ചിട്ടുള്ളൂ. നീ മറ്റൊന്നും കാണിച്ചില്ലായിരുന്നില്ലയോ? നീ ചുണ്ട് കാണിക്കുന്നവളാണെങ്കിൽ നേരെ ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ കാണിക്കാം. എന്റെ ചുണ്ട് കണ്ടോ? ഇത് കണ്ടോ പ്രേക്ഷകരെ? എന്റെ ചുണ്ട് കണ്ടു ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക. എന്ത് ക്രീം പുരട്ടണമെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ക്രീം എല്ലാം ഉണ്ടോ ഒന്ന് പറഞ്ഞു തരണേ എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് എൻ്റെ ചുണ്ട് പൊട്ടിയിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ നീക്കി കാണിക്കലും, അല്ലാതെ പിന്നെ അടിയിൽ നിന്നുള്ള മറ്റേ ആ ഒരു സീനെടുത്ത് കാണിക്കലും, ഇവിടുത്തെ വിടവ് കാണിക്കലും, ഇവിടെ ചരിഞ്ഞ് കിടന്ന് കട്ടിലേക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുള്ളത് കാണിക്കലും അല്ല ചുണ്ട് കാണിക്കുന്നത്. നീ ചുണ്ട് മാത്രമാണ് കാണിച്ചേ. എന്നിട്ട് വന്നിട്ടിരുന്ന് മെഴുകി എവിടോട്ട് പോകാനാ? നീ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്.
നീ ആരെയാണ് ഈ കള്ളം പറഞ്ഞ് ഈ വീഴ്ത്താൻ നോക്കുന്നത്? എല്ലാവർക്കും സത്യം അറിയാം. പിന്നെ നിന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്ന, നിന്റെ കാലിനെ പ്രേമിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അവര് മാത്രം ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ നാട്ടുകാർക്ക് സത്യങ്ങൾ അറിയാം, അവര് വിശ്വസിക്കത്തില്ല. എന്തായാലും നിനക്ക് കയറി കിടക്കാൻ ഒരു പറമ്പും നിനക്ക് എന്താ പറയാ, കഴിഞ്ഞൊരു കമന്റ് ഞാൻ വായിച്ചിരുന്നല്ലോ, കയറി തൂറാൻ വേണ്ടി കക്കൂസ് പണിയാൻ ഒരു വീടും ഉണ്ടാക്കി തന്ന നാട്ടുകാരുടെ നെഞ്ചത്ത് തന്നെ നീ അടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നീ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത്, നീ മക്കളെ പോറ്റാനാണെന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങള്, വീട്ടിലിരുന്ന് നീ സമ്പാദിക്കുക എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഈ കോപ്രായങ്ങള് ഇച്ചിരി അതിര് കടക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? സഭയിൽ ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ ഞാൻ അതെ, നീ ഇനിയും വന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടാ. അതൊന്നും എനിക്കൊരു വിഷയവുമല്ല. എടാ, നാണമുള്ളതിനോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുള്ളൂ? നീ നന്നാവത്തില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നീ കാണിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്ത് പ്രതികരിക്കുന്നതാണ്. നിന്നെ നന്നാക്കിയിട്ട് ഞങ്ങൾക്കൊന്നും നേടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്റെ മക്കൾക്ക് പോലും നീ നന്നായി കാണണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അഥവാ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സാധിക്കത്തില്ല. ചിലപ്പോൾ തങ്കച്ചനും പിന്നെ നിങ്ങളുടെ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സഹോദരിക്ക് പോലും ഈ ആശയം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും നാട്ടുകാർക്ക് കുറച്ച് ആശയമുണ്ട്. നീ ഒന്ന് നിർത്തി നിന്റെ പിന്നെ വേറെ ഏതെങ്കിലും പണിക്ക് പോവോ, അല്ലെങ്കിൽ നീ സമാധാനത്തോടെ എവിടെങ്കിലും പിന്നെ സിനിമ അഭിനയിക്കുകയോ സീരിയൽ അഭിനയിക്കുകയോ പാട്ട് പാടുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോയാൽ സമാധാനമായി. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ 18 മീഡിയക്കാരെയും വെച്ചുകൊണ്ട് അതങ്ങനെ ഇതങ്ങനെ അതങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരിക്കാതെ നീ തന്നെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടും. സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് നീ ഓരോന്ന് തുറന്ന് കാണിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് ആൾക്കാർ എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ അതെടുത്തിട്ട് പിന്നെന്താ പറയുക, സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിനെതിരെ പ്രതികരിക്കും. ഇതൊക്കെ എന്താ? ഹയ്യേ, ഒത്തിരി ഓവറായി പോകുന്നുണ്ട് കേട്ടോ രേഷ്മ പി തങ്കച്ചൻ. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു? ദുബായ് ചാറ്റുകളൊക്കെ ഇനിയും വരും. അത് പുറകാലെ വരും. ഇങ്ങനെയാണെങ്കിൽ അത് താമസിക്കാതെ വരും. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കുക. എല്ലാവർക്കും ബൈ.